Vedantu Malayalam YouTube channel like Swagatham. Appo nammal innu discuss cheyan povunathu chemistry ile pudhiyoru PYQ session aanu. Okay, appo nammal discuss cheyan povunna chapter amines. Clear? Okay, amines namukku first question like enna povam. First question, arrange the following in the decreasing order of basic strength. This question ella pravasham nammal chodichu kanna oru question idaയിരിക്കും basic strength ന്റെ order ചോദിച്ചിട്ടുള്ള question ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം എന്ത് ഇവിടെ basic strength എങ്ങനെയാണ് വരുന്നത് alkanamine greater than ammonia greater than arylamine അല്ലെങ്കിൽ aniline. ഇതാണ് എന്ത് ബേസിസിറ്റിന്റെ ഓർഡർ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് അതുപോലെ തന്നെ ആൽക്കനമീൻ ഉണ്ട്, അമോണിയ ഉണ്ട്, ഒരു അരൈലമീനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് ഡൗട്ട് ആൽക്കനമീനിൽ ഏതാദ്യം വരും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എഥനമീൻ ആണ്. എഥനമീൻ്റെ ഒരു സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ഉണ്ട്. അപ്പൊ നമുക്കറിയാം എഥനമീൻ്റെ ഓർഡർ എന്താണ്? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് അല്ലേ? സെക്കൻഡറി പ്രൈമറി എടുക്കുമ്പോൾ സെക്കൻഡറിക്കാണ് കൂടുതൽ. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമുക്ക് വരുന്നത്? C2H5 twice NH greater than C2H5 NH2 greater than ammonia greater than C6H5 NH2. Clear? ഇതാണ് എന്ത് നമ്മളുടെ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the chemical name of Hinsberg reagent and what is the use of it? Hinsberg reagent ആരാണ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് അല്ലേ? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഹിൻസ്ബർഗ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Major product of the following reaction is, okay, ഇതെന്താണ്? അനിലീൻ. അനിലീനെ നമ്മൾ നൈട്രേഷൻ മിക്സ്ചറിന്റെ പ്രസൻസിൽ 288 കെൽവിനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്ട്സ് ആരൊക്കെയാണ്? പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പും ആൻഡ് പാരാ ഗ്രൂപ്പും, പിന്നെ ഏതാണ് വരുന്നത്? മെറ്റാ. ക്ലിയർ? മെറ്റാ പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പും. ഇതാണ് എന്ത് നമ്മുടെ മേജർ ആൻഡ് മൈനർ പ്രോഡക്ട്സ് ഇവിടെ വരുന്നത്. ക്ലിയർ? ഇതൊരു സാധാരണ നമ്മൾ ഓർത്തോ പാര എന്നാണ് പറയല്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള റിയാക്ഷൻ ആണ് ഇത്. ഒന്ന് പാരാ പൊസിഷനിലും ഒന്ന് മെറ്റാ പൊസിഷനിലാണ് ആര് വരുന്നത്? ഇവിടെ പ്രൊഡക്ട്സ് വരുന്നത്. കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 പ്രസൻസിൽ 288 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് പ്രോഡക്ട്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അമീൻസിന്റെ ചെറിയ ഒരു കുഞ്ഞു PYQ സെഷനിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.